ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഘനരൂപങ്ങൾ അഥവാ സോളിഡ്സ് എന്ന ചാപ്റ്റർ ആണ്. ഇതിലെ ഫസ്റ്റ് ഷേപ്പ് ആണ് പിരമിഡ് അഥവാ സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക. വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിനും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത് നോക്കാം. ഇതാണ് സ്തൂപിക. ഈ സ്തൂപികയുടെ പാദത്തിന്റെ ഷേപ്പ്, ബേസിന്റെ ഷേപ്പ് സ്ക്വയർ ആയതുകൊണ്ട് ഇതിന് സ്ക്വയർ പിരമിഡ് എന്ന് പറയും. ഈ സൈഡുകളെല്ലാം തന്നെ ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. അതെല്ലാം ഒറ്റ പോയിന്റിലേക്ക് വെർട്ടെക്സ് ശീർഷത്തിലേക്ക് ജോയിൻ ചെയ്യും. ഇത്തരത്തിലുള്ള രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് സമചതുര സ്തൂപിക എന്ന് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട ആൾക്കാരെ പരിചയപ്പെടാം. ഇതിന്റെ പാദത്തിൽ വരുന്ന ഈ ഭാഗത്തിന് നമ്മൾ പാദവക്ക് അഥവാ ഈ ബേസ് എഡ്ജ് എന്ന് പറയും. ഇതതിന്റെ സൈഡിൽ വരുന്ന വക്കാണ്, എഡ്ജാണ്. എഡ്ജിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണ് എന്ന് പറയുന്നത്. ഇനി ഈ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ സൈഡിലുള്ള പാർശ്വമുഖത്തിന്റെ ലാറ്ററൽ സർഫസിന്റെ സൈഡിൽ വന്ന ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ഇതിനെ നമ്മൾ സ്തൂപികയുടെ ചെരിവ് ഉയരം എന്ന് പറയും. ചെരിവ് ഉയരം അഥവാ സ്ലാൻഡ് ഹൈറ്റ് എൽ എന്ന ലെറ്റർ ഉപയോഗിക്കും. ഓക്കെ, ഇനി ഇവിടുന്ന് ഈ വെർട്ടെക്സിൽ നിന്ന് ഈ പാദത്തിന്റെ സെന്ററിലേക്ക്, ട്രയാങ്കിളിന്റെ ബേസിന്റെ സെന്ററിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അതിന് പറയുന്ന പേരാണ് സ്തൂപികയുടെ ഉയരം അഥവാ എച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ഭാഗങ്ങളും തമ്മിൽ ചെറിയ ചെറിയ മട്ടത്രികോണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഓർമ്മയിൽ വെക്കണം. ഇവിടെ ട്രയാങ്കിളിന്റെ സൈഡില് ഇത് എല്ലാണ്, ഇതിന്റെ എച്ച്, ഇത് ഫുൾ എ അല്ല, A/2. അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ട്രയാങ്കിളിന്റെ സെന്ററിലെ എച്ചും അതേപോലെ എല്ലും ഒരു ബേസും തമ്മിലൊരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ബേസിൽ വരുന്ന ഈ ഷേപ്പ് സ്ക്വയറിന്റെ ഒരു വക്കിൽ, ഒരു മൂലയിൽ നിന്ന് എതിർമൂലയിലേക്ക് നമ്മൾ വരച്ചാൽ ഡയഗണൽ എന്ന് പറയും. ഡയഗണൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഡി എന്നാണ്. അവിടെയും ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട്, റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഇത് എച്ച്, ചെരിഞ്ഞ് നിൽക്കുന്നത് എല്, പിന്നെ അതേപോലെ ഇവിടെ ഡിന്റെ പകുതി. ഒരു ട്രയാങ്കിൾ കൂടി ഉണ്ട് ഈ സൈഡില്. ഇത് കണ്ടോ, ഇതിന്റെ പേര് നമ്മൾ പറഞ്ഞു എന്നാണ്. ഇത് എല്ലാണ്, A/2. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ചെരിഞ്ഞത് ആണ്, ഇയും എല്ലും A/2. ഇങ്ങനെ 1, 2, 3 ടൈപ്പ് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ കണ്ടീഷൻസ് പഠിച്ചു വെക്കുക. പൈതഗോറസ് തിയറം പഠിച്ചു വെച്ചാൽ ഇതിന്റെയൊക്കെ കണ്ടീഷൻസ് വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യാം. ചിത്രത്തിന്റെ ഷേപ്സ് എവിടേക്കാണ് നോക്കാം. പിന്നെ നമ്മൾ ഇതിന്റെ കുറച്ച് ഇക്വേഷൻസ് പ്രധാനപ്പെട്ടത്. ഇക്വേഷൻസ് ആണ് എല്ലാവർക്കും പ്രശ്നമായിട്ട് വന്നത്. എന്നാൽ വളരെ ഈസിയാണ്. ഇതിന്റെ ബേസിന്റെ ഏരിയ, പാദപരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് സൈഡ് എ എന്നെടുത്തതുകൊണ്ട് A² ആയിരിക്കും. ഇതിന്റെ പാർശ്വമുഖം ഈ ഭാഗത്തിന്റെ ലാറ്ററൽ സർഫസ് ഒന്നിൻ്റെത് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു പാദവക്ക് ഇൻറ്റു ചെരുവുയരം A/L, ദാറ്റ് ഈസ് അര ഇഞ്ച്. ഇത്തരത്തിലുള്ള 4 എണ്ണം ഉള്ളത് കൊണ്ട് 4 ഹാഫ് എന്ന് പറഞ്ഞാൽ AL എന്നായി മാറി. LSA എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 2AL. ഇനി ഇതിന്റെ ടോട്ടൽ, ഇതിനും എല്ലാ ഭാഗവും പാർശ്വതലങ്ങളും അതിന്റെ പാദമുഖങ്ങളും എല്ലാം ചേർന്നാൽ നമ്മൾ ഉപരിതല പരപ്പളവ് അഥവാ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയും. ഇത് കാണണമെങ്കിൽ ബേസിന്റെ ഏരിയയും സൈഡിന്റെ ഏരിയ കൂടി കൂട്ടിയാൽ മതി. സൈഡിന്റെ ഏരിയ നമ്മൾ ഓൾറെഡി അറിയാം, എന്താണ്? ലാറ്ററൽ സർഫസ് ആണ് 2AL പ്ലസ് നമ്മളെ ബേസിന്റെ ഏരിയ എന്ത് വന്നു? A². ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചും അതേപോലെ ഈ റൈറ്റ് ട്രയാങ്കിൾസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചാപ്റ്ററിൽ ഫസ്റ്റ് സെക്ഷനിൽ ചെയ്യുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻ വർഷത്തെ പരീക്ഷയുടെ ചോദ്യങ്ങളാണ്. അതേപോലെ വ്യാപ്തം, വോളിയം കാണണമെങ്കിൽ 1/3 ഇൻറ്റു ബേസ് ഏരിയ
ഇതുകൂടി ഓർമ്മയിൽ നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ ചോദ്യം വായിച്ചതിന് ശേഷം സ്വന്തമായി ചെയ്ത് നോക്കുക. അതിനുശേഷം സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് നോക്കുക. അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. അവസാന റൗണ്ടാണ്, വളരെ വേഗത്തിൽ തീർക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. പാദപരപ്പളവ് 576, ബേസ് ഏരിയ 576, പ്ലാന്റ് ഹൈറ്റ് 13 ചെരിവ് ഉയരം 13 സമചതുര സ്തൂപികയുടെ ഉയരം കണ്ടുപിടിക്കും. നമുക്ക് തന്ന കാര്യങ്ങൾ പറയാം. പാദപരപ്പളവ് ആയതുകൊണ്ട്, പാദം സ്ക്വയർ ആയതുകൊണ്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? 576. പിന്നെ തന്ന കാര്യം എന്താണ്? ചെരിവ് ഉയരം. എല്ല് തന്നിട്ടുണ്ട്. എല്ല് എത്രയാണ്? 13. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എ സ്ക്വയർ 576 ആണെങ്കിൽ ഏത് സംഖ്യേന്റെ സ്ക്വയർ ആണ് 576? തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. എത്രേന്റെയാണ്? 24. എല്ല് തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതില് എച്ച്, എല്, എന്റെ പകുതി a/2. എന്റെ പകുതി എത്രയാണ്? 24ന്റെ പകുതി 12, എല് 13. എച്ച് കണ്ടുപിടിക്കും. ഇനി നോക്ക്, ഇക്വേഷൻ ഒന്നും ആവശ്യമില്ല. ഇത് കുറച്ച് നേരം നമുക്ക് എല്ലാവർക്കും അറിയാം. എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. 13ന്റെ സ്ക്വയർ എത്രയാണ്? 169 മൈനസ് 144. 169 മൈനസ് 144 എന്ന് പറഞ്ഞാൽ 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാ? 5. ഉയരം കിട്ടിയ എത്രയാണ്? 5 സെന്റിമീറ്റർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. സോ വളരെ സിമ്പിൾ. നമ്മൾ തന്ന കാര്യങ്ങൾ ഉപയോഗിച്ചു. ഏത് ടൈപ്പ് റൈറ്റ് ട്രയാങ്കിൾ ആണ് വരുന്നത് നമ്മൾ നോക്കി നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഓക്കെ, ഇത്തരത്തിലുള്ള വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ സാധാരണ ചോദിക്കാറ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ് തന്നിട്ടുണ്ട്. സമചതുര സ്തൂപികയുടെ പാദം എന്ന് പറഞ്ഞാൽ സമചതുരാണ്. 4 എകൾ ഉണ്ടായിരിക്കും. 4 എ തന്നിട്ടുണ്ട്. 4 എ എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നെ മുഴുവൻ ഉത്തരം തന്നിട്ടുണ്ടല്ലേ? 96. എ എത്രയാ വരിക? 96/4. അതെത്രയാണ്? 24 സെന്റിമീറ്റർ. പിന്നെ ക്വസ്റ്റ്യൻ എന്താണ്? എച്ച് തന്നിട്ടുണ്ട് 16 സെന്റിമീറ്റർ. ഇത്രയും ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കാണാൻ പറഞ്ഞത് എന്തായിരുന്നു? പാദവാക്കിന്റെ നീളം കിട്ടി 24. എല്ല് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ, നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. എ ആണ് തന്നിട്ടുള്ളത്. എ അപ്പൊ താഴെയാണ് വരിക. എച്ച് കുത്തനെയാണ് എപ്പോഴും ഉണ്ടാവുക. എല്ല് ഇതാ ചെരിഞ്ഞും കിടക്കുന്നു. എല്ലും ഇയും ആണ് ചെരിഞ്ഞിട്ടുണ്ടാവുക കേട്ടോ. എച്ച് എപ്പോഴും കുത്തനെ, എയും ഡിയും താഴെ. നമ്മളെ എ 24 ആയതുകൊണ്ട് 24ന്റെ പകുതി എത്ര വന്നു? 12. എല്ല് എത്രയാണ്? 13. സോറി, എല്ലല്ല 13. എല്ലാണ് കാണാൻ പറഞ്ഞത്. എച്ച് 13. സോ കാണേണ്ടത് കർണാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ റൂട്ട് ഓഫ് 13 സ്ക്വയർ പ്ലസ് എത്ര? 12 സ്ക്വയർ. അതായത് 100. ഞാൻ എഴുതിയ മാറിപ്പോയി അല്ലേ? 13 അല്ല, 16. 16 സ്ക്വയർ. 16ന്റെ സ്ക്വയർ 256 പ്ലസ് 144. എത്ര വന്നു? 400 എന്ന് വന്നു. 400 ഇതാണ് 20. സോ ചെരിവ് ഉയരം കിട്ടി. എത്ര കിട്ടി? 20 സെന്റിമീറ്റർ. ഇനി എന്താ കാണാൻ പറഞ്ഞത്? പാർശ്വതല പരപ്പളവ് അഥവാ ലാറ്ററൽ സർഫസ് ഏരിയ. LSA കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയായിരുന്നു. 2AL. 2A എത്രയാ? 24. L എത്രയാ? 20. മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും?
മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 2 ഇൻറ്റു 24 ഇൻറ്റു 4 96 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇപ്പൊ വളരെ എളുപ്പമല്ലേ? നോക്ക്, ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? തന്ന കാര്യങ്ങളൊന്ന് ഈസി ആയിട്ട് നോക്കിയാൽ. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് എന്തായിരുന്നു? പാത ചുറ്റളവ് തന്നു. അത് എത്രയാണ് തന്നത്? 96. അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എല്ല് കണ്ടുപിടിച്ചു. എല്ല് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? h² പ്ലസ് a/2 ഹോൾ സ്ക്വയർ നമുക്ക് ഉപയോഗിച്ചു. 420 എന്ന് വന്നു. LSA നമുക്കറിയായിരുന്നു 2AL ആണ്. 2 ഇൻറ്റു 24 ഇൻറ്റു L എത്ര കിട്ടി? 20. 960 പരപ്പളവായതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റും കൊടുത്തു. സോ സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കടലാസ് മുറിച്ച് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം. സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കണം. അതിന്റെ പാദവക്ക് 10 സെന്റിമീറ്റർ, ഉയരം 12. തന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതി വെച്ചു. കിട്ടിയ ആദ്യത്തെ ജോലി. പാദവക്ക് മീൻസ് എ 10 സെന്റിമീറ്റർ, എച്ച് എത്ര വന്നിട്ടുണ്ട്? 12 സെന്റിമീറ്റർ. ഇനി ചോദ്യത്തേക്ക് നോക്കി, ഈ ഉയരം കാണണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചാലോ? വരച്ചു. എ തന്നിട്ടുണ്ട് 10, അപ്പൊ ഇവിടെ എന്റെ പകുതിയാണ് വരിക. എത്ര വന്നത്? 5. എച്ച് തന്നിട്ടുണ്ട്, ഇവിടെയാണ് എച്ച് വരുന്നത് 12. എന്താ കാണേണ്ടത്? എല്. ഇത് കുറച്ച് കൊടുത്താൽ മതിയല്ലോ. സോ എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, അതായത് 144 പ്ലസ് 25 169 എത്രയാണത്? 13 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഫസ്റ്റ് പാർട്ട് തീരുമാനമായി. സ്തൂപിക ഉണ്ടാക്കാൻ ആവശ്യമായ കടലാസ്. സ്തൂപിക ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ഭാഗവും വേണം മുകൾ ഭാഗവും വേണം. അപ്പം കണ്ടുപിടിക്കേണ്ടത് ഉപരിതല പരപ്പളവ്, അതായത് TS, ടോട്ടൽ സർഫസ് ഏരിയ ആണ്. വഴി പാദപരപ്പളവ് പ്ലസ് പാർശ്വതല പരപ്പളവ്, ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ. എ എന്ന് പറഞ്ഞാൽ എത്ര നമുക്കറിയാം? 10. സോ 10ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എത്രയാണ്? 10 പ്ലസ് എൽ എത്രയാ? 13. 100 പ്ലസ് 260, അതായത് 360 സെന്റിമീറ്റർ സ്ക്വയർ. നോർമലി ഇതൊക്കെ തന്നെയാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചത്. അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഈ സമചതുര സ്തൂപികയിൽ നിന്ന് ഈ വർഷവും പ്രതീക്ഷിക്കേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ഒക്കെ തോന്നുന്ന ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. ചിത്രത്തില് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആണ്. പിന്നെ BDന്റെയും BCന്റെയും നീളം തുല്യമാണ്. പാദവക്കിന്റെ നീളം, പാദവക്ക് പറഞ്ഞാൽ ഏതാണ്? ഇതല്ലേ, ത്രികോണത്തിന്റെ ബേസ് ആണ് നമ്മളെ സ്തൂപികയുടെ പാദവക്ക്. അപ്പൊ എ നമുക്ക് കിട്ടി 15 പ്ലസ് 15 എത്രയാ? 30 സെന്റിമീറ്റർ. പാർശ്വമുഖ പരപ്പളവ് കാണണം. പാർശ്വമുഖം എന്ന് പറഞ്ഞാൽ ഇതൊരു ത്രികോണാണ്. ഇങ്ങനത്തെ 4 ത്രികോണങ്ങളുടെ പരപ്പ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സിംപ്ലി LSA കണ്ടുപിടിച്ചാൽ മതി. ഇതൊന്ന് നമുക്ക് കാര്യങ്ങൾ സുഖമായിട്ട് ചെയ്തു പോകാം. അപ്പൊ നമ്മള് ഇതിൽ ചെയ്യുന്നത് ഈ ത്രികോണത്തിന്റെ പരപ്പളവാണ്. ഇതാണ് നമ്മളെ L എന്ന് പറയുന്നത്. ത്രികോണത്തിന്റെ ഉയരമാണ് സ്തൂപികയുടെ ചെരിവുയരം. L കാണുന്ന വേണ്ടി ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇതിന്റെ ഒരു സൈഡ് 25, ഒരു സൈഡ് 15. ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു. L കാണുന്നതാണ് ആദ്യത്തെ ചോദ്യം. റൂട്ട് ഓഫ് തിരിഞ്ഞ ഭാഗം തന്നുകൊണ്ട് 25 സ്ക്വയർ മൈനസ് എത്ര? 15 സ്ക്വയർ. 25ന്റെ സ്ക്വയർ എത്രയായിരുന്നു? 625 മൈനസ് 225, അതായത് 420 എന്ന് കിട്ടി. ചില സമയത്ത് റൂട്ട് കാണാൻ കഴിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ മോഡൽ എക്സാമിൽ വെച്ച പോലത്തെ ക്വസ്റ്റ്യൻ.
അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ. ഉദാഹരണമായിട്ട് ഇവിടെ റൂട്ട് 30 എന്നൊക്കെ വന്നതെന്ന് വെച്ചോ, ഇത് ഇതേമാതിരി എഴുതിയാൽ മതി. ഓക്കെ. അവിടെ കൊണ്ടുപോയിട്ട് പോയിന്റ് ആക്കി ചെയ്യേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് പലരും പോയിന്റ് ഒക്കെ ആക്കി ചെയ്ത് കണ്ടിരുന്നു. ഇല്ല. ഇനി നമുക്ക് പാർശ്വമുഖ പരപ്പളവല്ലേ കാണേണ്ടത്, LSA. നമുക്കറിയാലോ 2AL. ഇങ്ങനെയും ചെയ്യാട്ടോ. ഇതല്ലെങ്കിൽ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഹാഫ് D എത്രയാണ്, 30 ഇൻറ്റു H എത്ര കിട്ടി, 20. ഈ ഉത്തരത്തിനെ ഇൻറ്റു 4 ചെയ്താലും നമുക്ക് കിട്ടും. എളുപ്പവഴി ഇത് തന്നെയാണ്. 2 ഇൻറ്റു A എത്രയാണ്, 30. L എത്ര വന്നു, 20. എത്ര വന്നു, 2 3 6, 6 2 12. ഓക്കെ. വളരെ എളുപ്പമല്ലേ. ഇവിടെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ തോന്നും. ബി കൂൾ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2023 വരെയുള്ള ചോദ്യങ്ങളിൽ ചോദിച്ച പ്രധാന ടൈപ്പുകൾ. അതുപോലെ ലാസ്റ്റ് ടൈപ്പ് വ്യാപ്തം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. ഒരു സമരസ്തൂപികയുടെ പാദവക്കിന്റെ നീളം 12. ഉടനെ നമ്മൾ എന്ത് എഴുതി വെക്കും, A 12. ചെരിവുയരം 10. ചെരിവുയരം മീൻസ് സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്, 10 സെന്റിമീറ്റർ. എന്താ കാണേണ്ടത്, H. ചിത്രം വരച്ചു നമ്മൾ. L H A/2. A എത്രയാണ്, 12. അപ്പൊ ഇത് എത്ര വന്നു, 6. ഉയരം എത്ര തന്നിട്ടുണ്ട്, 10. ഉയരാണോ അത്, ചെരുവുയരം തന്നത്. ചെരുവുയരം ഇവിടെ തന്നിട്ടുണ്ട് 10. കാണേണ്ടത് H. പൈതഗോറസ് തിയറം പറഞ്ഞു, H is equal to root of L square minus A/2 whole square. ശേഷം പഠിക്കേണ്ട വല്ല ആവശ്യം വരുന്നുണ്ടോ, ആ ചിത്രം കൃത്യമായി വരച്ചാൽ പോരെ. 10 സ്ക്വയർ മൈനസ് 12ന്റെ പകുതി 6 സ്ക്വയർ, അതായത് 100 മൈനസ് 36, 64, അതായത് 8 സെന്റിമീറ്റർ കിട്ടി. H കിട്ടി. വ്യാപ്തം കാണണം, വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, 1/3 A square H. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു A എത്രയായിരുന്നു, 12 ഇൻറ്റു H എത്രയാ, 12ന്റെ പകുതി 4. 4 ഇൻറ്റു 8 30. സോറി, ഒരു 12 കൂടി ഉണ്ടല്ലേ, A സ്ക്വയർ അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 8 ഇൻറ്റു 12 അത് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 12 48. 48 ഇൻറ്റു 8 64. 4 6 8 384 സെന്റിമീറ്റർ. പൊളിയായതുകൊണ്ട് ക്യൂബ്.